ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസ്തുക്കരം, ഭൂനികുതി എന്നൊക്കെ അറിയപ്പെടുന്ന ലാൻഡ് ടാക്സ് അടയ്ക്കുന്ന പ്രോസസ്സിൽ ക്വിക്ക് പേ എന്നൊരു ലിങ്ക് ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IT സെല്ലിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ ക്വിക്ക് പേ സംവിധാനത്തിൽ എററുകൾ കടന്നുകൂടുന്നു, മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ലിങ്ക് ഇനി മുതൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പകരം നമ്മൾ രജിസ്റ്റർ ചെയ്താണ് പേയ്മെൻറ്റ് നടത്തേണ്ടുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ ക്വിക്ക് പേ വഴി രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നവർ എന്ത് ചെയ്യണമെന്നും വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റവന്യൂ സർവീസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്നുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തിരിക്കാം. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ ക്രോം പോലെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്ത ശേഷം ഗൂഗിൾ എടുത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്നോ റവന്യൂ കേരള എന്നോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. മോറിൽ പ്രസ് ചെയ്ത് അവിടെ ടച്ച് ചെയ്തും നിങ്ങൾക്ക് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ 3 വരയ്ക്കിടെ അടുത്തായി മെനു എന്ന് കാണാം. ആ മെനുവിൽ പ്രസ് ചെയ്താൽ താഴെയായിട്ട് 3 ലിങ്കുകൾ വരും. ഇവിടെയാണ് നേരത്തെ ക്വിക്ക് പേ എന്ന ലിങ്ക് ഉണ്ടായിരുന്നത്. എറർ വരുന്നു. മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ക്വിക്ക് പേ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. നേരത്തെ ക്വിക്ക് പേ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാനിവിടെ സിറ്റിസൺ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ പേരും വീട്ടുപേരും പിൻകോഡും പോസ്റ്റ് ഓഫീസും ഉൾപ്പെടെയുള്ള അഡ്രസ്സും കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. യുണീക്ക് ആയിരിക്കണം. നേരത്തെ ഈ വെബ്സൈറ്റിൽ കൊടുത്ത നമ്പരാകാൻ പാടില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതുകൊണ്ട് ചെറിയൊരു പേര് എന്താണെന്ന് വെച്ചാൽ പേര് കൊടുക്കുക. ഞാനിവിടെ ഈ കേരളം എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡാണ് കൊടുക്കേണ്ടുന്നത്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണത്തിന് ഈ കേരളം @1 എന്ന് കൊടുക്കാം. @12 1 2 എന്ന് കൊടുക്കാൻ പാടില്ല. കോൺസിക്യൂട്ടീവായ നമ്പറുകൾ വരാൻ പാടില്ല. 8 9 7 8 അങ്ങനെ വരാൻ പാടില്ല. ഈ കേരളം @1 എന്ന് കൊടുക്കാം. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മറ്റ് ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡുകൾ കൊടുക്കാൻ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുകയും വേണം. അതിനുശേഷം താഴെ വന്ന് ഗെറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് OTP പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് കൈ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ തട്ടിപ്പോയാൽ നമ്മൾ ഒന്നേന്ന് ചെയ്തു വരേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ചെയ്യുവാൻ ശ്രമിക്കുക. തുടർന്ന് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അവിടെ തന്നെ സൈൻ ഇൻ ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ഹോം പേജിൽ സിറ്റിസൺ ലോഗിൻ വഴിയും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൈൻ ഇൻ കൊടുത്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് നമ്മൾ ലോഗിൻ പേജിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ നമുക്ക് നേരത്തെ ക്വിക്ക് പേ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ മാത്രം കൊടുത്ത് OTP കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവർ ഇവിടെ ചെയ്യേണ്ടുന്നത് ഇവിടെ താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ മൊബൈൽ നമ്പർ ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആദ്യം ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് വെരിഫൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം അവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് പാസ്വേഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ക്വിക്ക് പേയ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഈ പുതിയ പാസ്വേഡ് പഴയ യൂസർ ID അതായത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ലോഗിൻ പേജിലേക്ക് വന്നാൽ അവിടെ ആദ്യം നോർമൽ യൂസർ എന്നും ബിസിനസ് യൂസർ എന്നും 2 ടാബുകളുണ്ട്. ഇതിൽ നോർമൽ യൂസർ ഉപയോഗിച്ചാൽ മതി. ഓൺലൈൻ സെൻറ്ററുകൾ നടത്തുന്നവരുൾപ്പെടെ നോർമൽ യൂസർ ഉപയോഗിച്ചാൽ മതി എന്നാണ് അറിയാൻ സാധിച്ചത്.
ബിസിനസ് യൂസർ ഉപയോഗിച്ചാലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. നോർമൽ യൂസർ തന്നെ ഉപയോഗിച്ച് എല്ലാവർക്കും ചെയ്യാമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ നേരത്തെ കൊടുത്ത യൂസർ ID അല്ലെങ്കിൽ യൂസർ നെയിം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ രണ്ടിലൊന്ന് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് തൊട്ടുതാഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ ആ കൊടുത്ത മൊബൈലിലേക്ക് ഒരു OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. തുടർന്ന് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ആദ്യം യൂസർ നെയിം കാണിക്കുന്നതാണ്. അത് നമ്മളുടെ റെസിപ്റ്റിലൊന്നും വരുത്തില്ല. ഇവിടെ ലക്ഷറി ടാക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം അത് നോക്കാം. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് ലിങ്ക്സിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് പുതിയ ടാക്സ് അടയ്ക്കാനായിട്ട് മുന്നോട്ട് പോകേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ കോംബോ ബോക്സിൽ ജില്ലയും താലൂക്കും വില്ലേജും തെറ്റാതെ കൊടുക്കണം. വില്ലേജ് നേരത്തെ കരമുടക്ക് രസീതിലുണ്ടാകും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴോട്ട് വന്നാൽ അവിടെ ബ്ലോക്ക് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ മുകളിൽ കൊടുത്ത വില്ലേജിലുള്ള ബ്ലോക്കുകളെല്ലാം കാണിക്കുന്നതാണ്. ഇതിൽ നിന്നും നിങ്ങളുടെ ബ്ലോക്ക് ഏതാണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഉണ്ടാകും. അത് നോക്കി കറക്റ്റായിട്ടുള്ളത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ വീഡിയോയിൽ ബ്ലോക്ക് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ തണ്ടപ്പേർ ഡീറ്റെയിൽസിൽ തണ്ടപ്പേർ നമ്പരും സബ് നമ്പർ ഉണ്ടെങ്കിൽ സബ് നമ്പരും, അതിനും തൊട്ട് താഴെ ലാൻഡ് ഡീറ്റെയിൽസും ഉണ്ട്. ലാൻഡ് ഡീറ്റെയിൽസിൽ സർവേ നമ്പരും സർവേ സബ് നമ്പരുമാണ്. ഇതിൽ നമ്മൾ തണ്ടപ്പേർ നമ്പർ മാത്രം കൊടുത്താൽ മതി. സബ് നമ്പർ ഉണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുക. ലാൻഡ് ഡീറ്റെയിൽസിൽ സർവേ നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പരും കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ അവിടെ നമുക്ക് തണ്ടപ്പേർ നമ്പർ കാണാൻ സാധിക്കും. അത് നോക്കി നമുക്ക് തണ്ടപ്പേർ കൊടുക്കാമെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ബ്ലോക്ക് നമ്പറും തണ്ടപ്പേർ നമ്പരും പിന്നെ നമ്മൾ മുകളിൽ കൊടുത്ത ഡീറ്റെയിൽസുമാണ്. തണ്ടപ്പേർ നമ്പർ പഴയ റെസിപ്റ്റിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ തണ്ടപ്പേർ നമ്പർ മാത്രം കൊടുക്കുകയാണ്. സബ് നമ്പർ ഇല്ല തണ്ടപ്പേർ നമ്പറിന്. അതുകൊണ്ട് ആ കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടതിന് ശേഷം താഴെ വ്യൂ ആൻഡ് ആഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചിലപ്പോൾ 2 പ്രാവശ്യം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. തുടർന്ന് ലാൻഡ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം ആഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആഡ് ഫോർ പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യണം. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം സെയിമസ് രജിസ്റ്റേർഡ് യൂസർ, അതായത് ഈ ലാൻഡ് ടാക്സ് അടയ്ക്കാനുള്ള വ്യക്തി തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓൺലൈൻ സെൻറ്ററുകൾക്കൊക്കെ നോ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ അടയ്ക്കുന്ന വ്യക്തിയുടെ പേര് കൊടുക്കാം, അതേപോലെ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കാം. രണ്ടിലൊന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ കൊടുക്കുന്ന പേരൊന്നും നമ്മൾ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ വരില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തതിന് ശേഷം പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണിക്കുന്നതാണ്. ഇപ്പോൾ 50% വർദ്ധിച്ചിട്ടുണ്ട് ലാൻഡ് ടാക്സ്. ഇവിടെ 30 രൂപയാണ് അടയ്ക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ 30 രൂപയാണ് പേയ്മെൻറ്റായി വന്നിരിക്കുന്നത്. മുകളിൽ നേരത്തെ കൊടുത്ത പേര് വന്നിട്ടുണ്ട്. അത് നമ്മൾ കാര്യമായി എടുക്കേണ്ട, അത് റെസിപ്റ്റിൽ ഉണ്ടാകത്തില്ല. പേയ്മെൻറ്റ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുത്താൽ നമ്മൾ ഗേറ്റ് വേയിലേക്ക് കടക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവിടെ രണ്ടാമത് പ്രിഫേർഡ് എന്ന് കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഒക്കെ കൊടുത്ത് URN നമ്പർ കാണിക്കുന്നതാണ്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് UPI ആപ്പുകൾ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്ക് ലഭിക്കും. ഞാൻ അങ്ങനെ പേയ്മെൻറ്റ് നടത്തുകയാണ്. അതിനുശേഷം ഇവിടെ UPI എന്ന് കാണാം. ആ UPIയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകളുടെയൊക്കെ ലിങ്ക് കാണാം. ഞാനിവിടെ GPay, ഗൂഗിൾ പേ തിരഞ്ഞെടുത്തതിന് ശേഷം ആ പേയ്മെൻറ്റ് നടത്തുകയാണ്. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഇവിടെ ലഭിക്കുകയും ചെയ്യും. ഇത് നമുക്ക് കോപ്പി ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ്. വീണ്ടും ഹോം പേജിൽ വന്ന് മുകളിൽ കാണുന്ന 3 വരയിൽ പ്രസ് ചെയ്താൽ അവിടെ നമുക്ക് മൈ റിക്വസ്റ്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തുടങ്ങിയ ലിങ്കുകൾ കാണും. നമ്മളിപ്പം പേയ്മെൻറ്റ് നടത്തി ഫെയിലിയറായി പോയി കഴിഞ്ഞാൽ മൈ റിക്വസ്റ്റിൽ പ്രസ് ചെയ്താൽ അതവിടെ വന്ന് കിടക്കും. അവിടെ നിന്നും എടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതുപോലെ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ മൈ റിക്വസ്റ്റിൽ കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു മൊബൈൽ നമ്പറിൽ നിന്നും റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വേണമെങ്കിലും പിന്നീട് ഇത് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തതുപോലുള്ള റെസിപ്റ്റ് വർഷം മുഴുവൻ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനുമുണ്ട്.
ഇനി വെബ്സൈറ്റിലേക്ക് വന്നാൽ അവിടെ നമുക്ക് സിറ്റിസൺ രജിസ്ട്രേഷനും സിറ്റിസൺ ലോഗിനും മുകളിലായിട്ട് കാണാം. അവിടെയും ക്വിക്ക് പേ ഇല്ല, എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അവിടെ സിറ്റിസൺ രജിസ്ട്രേഷനിൽ പ്രസ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പിയറൻസിൽ പോലും ഒരു മാറ്റവുമില്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് OTP ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഇനി ലോഗിൻ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലോഗിനിൽ പ്രസ് ചെയ്ത് നമ്മൾ കൊടുത്ത യൂസർ ID മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. നേരത്തെ ക്വിക്ക് പേ വഴി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവിടെ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ റീസെറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ക്വിക്ക് പേ അപേക്ഷിച്ച് യൂസർ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയും പിന്നീട് ഒരു OTPയും കൂടെ കൊടുത്താണ് സൈൻ ഇൻ ആവുകേണ്ടുന്നത്. അങ്ങനെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വിക്ക് ലിങ്ക്സിൽ ലാൻഡ് ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി ജില്ലയും താലൂക്കും വില്ലേജും ഒക്കെ കൊടുത്ത് നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ടാക്സ് അടയ്ക്കാവുന്നതാണ്. ഇവിടെ അപ്പിയറൻസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താഴെ തണ്ടപ്പേൻ നമ്പർ കൊടുക്കുവാനൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. വ്യൂ ആൻഡ് ആഡ് കൊടുത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ടാക്സ് അടയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇടത് സൈഡിൽ കാണുന്ന ലിങ്കുകളിൽ നമുക്ക് മൈ റിക്വസ്റ്റ്, നമുക്ക് പേയ്മെൻറ്റിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ മൈ റിക്വസ്റ്റ് വഴി പ്രവേശിച്ച് വീണ്ടും പേയ്മെൻറ്റ് നടത്തുവാനും പേയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അവിടെ ലഭിക്കും. അവിടെ നിന്നും വീണ്ടും നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. അതുപോലെ ഇവിടെ ഹോം പേജിൽ തന്നെ ലക്ഷറി ടാക്സ് അടയ്ക്കുവാനുള്ള ലിങ്കുമുണ്ട്. 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകൾക്കാണ് ലക്ഷറി ടാക്സ് വരുന്നത്. ഏകദേശം 5000 രൂപയും അതിന് മുകളിലുമൊക്കെ ആയിരിക്കും. ലക്ഷറി ടാക്സിൻ്റെ ഓൺലൈൻ ലിങ്കുകളൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. പിന്നീട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.